ടർബോ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കതാദ്യം കാണാം. എൻ്റെ മോനെ രാജ്ബി ഷെട്ടി. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. മിഥുൻ ഇമ്മാനുവൽ. ട്രെയിലർ ഒരുപാട് വലിയ ട്രെയിലറാണല്ലോ. ഞാനിവിടെ വീഴുവാണെങ്കിൽ എന്റെ കൂടെ 10-15 പേരെ കിട്ടാം. എൻ്റെ അമ്മോ, അടിയോടടി. ഇത് ആക്ച്വലി വൈശാഖിൻ്റെ പടമാണ്. നമുക്കറിയാം, പുലിമുരുകൻ പോലൊരു വലിയ പടം. പിന്നെ മമ്മൂക്കാട് വന്നിട്ടുള്ള പടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പോക്കിരാജ, മധുരാജയൊക്കെ ഉണ്ട്. ഈ പടത്തിൻ്റെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മിഥുൻ മാനുവലാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് അടി അത് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നമുക്ക് കുറേ നാളുകളായി ഒരു മാസ് എൻ്റർടൈനർ വന്നിട്ട്. അപ്പം അങ്ങനെ കാണുവാണെങ്കിൽ ഇതൊരു പക്ക മാസ് എൻ്റർടൈനർ തന്നെ ആയിരിക്കും. പിന്നെ അതിലുപരി ഇത് മമ്മൂട്ടി കമ്പനിയുടെ പടമാണ്. സാധാരണ മമ്മൂട്ടി കമ്പനി എടുക്കുന്നതൊക്കെ ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് പടങ്ങളായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവരൊരു കൊമേഴ്ഷ്യൽ പടം എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ടൈമുള്ള കൊമേഴ്ഷ്യൽ പടം തന്നെ എന്താ പറയുക, ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം തന്നെ. വൈശാഖിൻ്റെ മുന്നിലുള്ള പടങ്ങൾ നമുക്ക് മാസ് എൻ്റർടൈനർ, അതായത് മലയാള പടം ആണെങ്കിൽ പോലും നമുക്ക് ഇതൊരു എന്താ പറയുക, വളരെ വലിയ ക്യാൻവാസിൽ അദ്ദേഹം ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പുലിമുരുകനിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഈ പടത്തിനകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മമ്മൂക്ക ചിത്രം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ടർബോ ആണ്. അപ്പോൾ ഈ ഒരു ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിലർ ഇച്ചിരി വലുതാണ്, എന്നാൽ പോലും നമുക്ക് കാത്തിരിക്കാനുള്ള എല്ലാ വകയും ഇതിനകത്തുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹമാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ വില്ലൻ റോൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാലും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.